ദ ഇംഗ്ലീഷ് ഭാഷയിൽ എവിടെ ഉപയോഗിക്കുക? ദ എല്ലാവർക്കും കുറേ ഡൗട്ടുണ്ട് അതിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൂട്ടത്തിൽ ഒന്നിനെ വിഭാവനം ചെയ്യാൻ ദ ചേർക്കാം. ഒരു കൂട്ടത്തിൽ ദോ ആ കുട്ടി, ദ ബോയ്. അപ്പോൾ ആ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ദ ചേർക്കാം. ദോ ആ ബുക്ക്, ദ ബുക്ക്. മനസ്സിലായോ? ഇനി ഒന്നേ ഉള്ളൂ എങ്കിൽ ദയാണ്. പ്രധാനമന്ത്രി ഒന്നേ ഉള്ളൂ, ദ പ്രൈം മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ഒന്നേ ഉള്ളൂ, ദ ചീഫ് മിനിസ്റ്റർ. അതുപോലെ കുറേ ടീച്ചർമാരിങ്ങനെ നിൽക്കുകയാണ് ഒരു കൂട്ടത്തിൽ ഒന്നിനെ വിഭാവനം ചെയ്യാൻ. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഒന്ന്, ദ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ദ. ഇനി നമുക്ക് ശാന്തമഹാസമുദ്രം ഒന്നേ ഉള്ളൂ, ദ പസഫിക് ഓഷൻ. മനസ്സിലായോ? അപ്പോൾ പിന്നെ വേറൊന്ന്, ഒരു വർഗത്തിൽ ഒന്നിനെ പ്രദാനം ചെയ്യാൻ ദ ഉപയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാലോ, പൂച്ച ഒരു വർഗമാണ്, പട്ടി ഒരു വർഗമാണ്, മനുഷ്യനൊരു വർഗമാണ്, പഴുതാര ഒരു വർഗമാണ്. അപ്പോൾ ഒരുപാട് വർഗമുണ്ട്. അതിൽ ഇപ്പോൾ ടോം ആൻഡ് ജെറി പറയുകയാണെങ്കിലോ, ദ കാറ്റ് ആൻഡ് ദ റാറ്റ്. മനസ്സിലായോ? നമുക്കറിയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുന്ന ദ കാറ്റ് ആൻഡ് ദ റാറ്റ്. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ. നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം കേട്ടോ. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ പറഞ്ഞു തരും. സോ യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 350 ടോപ്പിക്സ്. ഇനി അഡ്വാൻസ് ലെവൽ ആണെങ്കിലോ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. യു വിൽ ബിക്കം വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. യു വെൽക്കം. താങ്ക് യു.